എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് സമോസയുടെ റെസിപ്പിയാണ്. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം സമോസയ്ക്കുള്ള മാവ് റെഡിയാക്കാം. അതിനായി 1 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ഇനി ആവശ്യമുള്ളത് ഉപ്പും കരിഞ്ജീരകവും. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർക്കാം. 1/4 ടീസ്പൂൺ പൊടിച്ച പഞ്ചസാര. ഇതിലേക്ക് 3 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിക്കാം. ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എണ്ണയും മാവായിട്ട് നന്നായി മിക്സ് ആവണം. ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. നല്ല കട്ടിയുള്ള മാവായാണ് വേണ്ടത്. കയ്യിൽ കുറച്ച് എണ്ണ തേച്ചിട്ടുണ്ട്. ഇനി നന്നായി കുഴച്ചെടുക്കാം. മൂന്നാല് മിനിറ്റോളം നന്നായി കുഴച്ചെടുക്കണം. അങ്ങനെ ആകുമ്പോൾ മാവ് നല്ല സോഫ്റ്റായി കിട്ടും. ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണ തേച്ച് 10 മിനിറ്റ് റെസ്റ്റിനായി വയ്ക്കാം. ഈ സമയം കൊണ്ട് സമോസയ്ക്കുള്ള മസാല കൂടി റെഡിയാക്കി എടുക്കാം. മസാല ഉണ്ടാക്കുന്നതിനായി 1 ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായി പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യമുള്ളത് സവാള, ചെറുതായി അരിഞ്ഞ കറിവേപ്പില, കുറച്ച് മസാലകളും. പാനിലേക്ക് 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് സവാളയും കറിവേപ്പില ഇടാം. നന്നായി വഴറ്റിയെടുക്കാം. സവാള ട്രാൻസ്പാരൻ്റ് ആവുന്നവരെ വഴറ്റിയെടുക്കണം. സവാള റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. 3/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ വീതം ഗരം മസാലയും മുളക് പൊടിയും, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നന്നായി മിക്സ് ചെയ്യാം. മസാലകൾ നന്നായി മൂത്ത് കിട്ടണം. മസാലയുടെ പച്ചമുളകെല്ലാം പോയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉടച്ചു വെച്ച ഉരുളക്കിഴങ്ങ് കൂടി ചേർക്കാം. ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ നന്നായി വേവിച്ചെടുക്കണം. അങ്ങനെ ആകുമ്പോഴാണ് ഇതുപോലെ ഉടയ്ക്കാൻ പറ്റുള്ളൂ. മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർക്കാം. അധികം ചേർക്കണ്ട, മാവിലും ഉപ്പിട്ടിട്ടുണ്ട്. 1/4 കപ്പ് വെള്ളം കൂടി ഒഴിക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്ത ശേഷം ഉപ്പ് വേണമെങ്കിൽ ഒന്നും കൂടി ചെക്ക് ചെയ്യാം. കുറവാണെന്ന് തോന്നിയാൽ കുറച്ചിട്ട് കൊടുത്താൽ മതി. ഉരുളക്കിഴങ്ങിൻ്റെ വലിയ പീസെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുക്കാം. മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇടാം. ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്യാം. സമോസയ്ക്കുള്ള ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഫില്ലിംഗ് ഇതുപോലെ കട്ടിയായിരിക്കണം. ഇനി സമോസ പരത്തിയെടുക്കാം. ഈക്വൽ സൈസിലുള്ള ബോളുകളാക്കി എടുക്കാം. ടേബിൾ ടോപ്പിലേക്ക് എണ്ണ തേച്ച് പരത്തിയെടുക്കാം. പൊടിയിടണ്ട. നീളത്തിലാണ് പരത്തിയെടുക്കേണ്ടത്. എന്നാൽ വല്ലാതെ കനം കുറഞ്ഞാവുകയും വേണ്ട.
ഈ ഒരു കനത്തിൽ പരത്തിയെടുക്കണം. ഇത് ഈക്വലായി മുറിച്ചെടുക്കാം. ഒരു പീസ് എടുത്ത് ഇതുപോലെ ഫോൾഡ് ചെയ്യാം. മസാല ഉള്ളിലേക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നന്നായി പ്രസ് ചെയ്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ ഫ്രൈ ചെയ്യുമ്പോൾ ഫില്ലിംഗ് എല്ലാം പുറത്ത് വരും. റെഡി ആയിട്ടുണ്ട്. ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇടാം. ലോ ടു മീഡിയം ഫ്ലെയിം മാറി മാറിയിട്ട് വറുത്തെടുക്കാം. മൂന്നാല് പ്രാവശ്യമൊക്കെ തിരിച്ചിട്ട് കൊടുക്കണം, അപ്പോഴും നല്ല ക്രിസ്പിയായി കിട്ടുള്ളൂ. ഇതെടുക്കാൻ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നല്ല ഗോൾഡനായി കിട്ടണം. നല്ല ക്രിസ്പിയായി തന്നെ കിട്ടിയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയായി സമോസയുടെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.